പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു താങ്ക് യു പറയുകയാണ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 112 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് 100 ആകുമ്പോഴും ഞാനൊരു കേക്ക് കട്ട് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് നടക്കുകയാണല്ലോ. പക്ഷെ അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഡയറ്റ് എടുത്തുകൊണ്ടുള്ള ചലഞ്ചാണ്. പിന്നെ നമ്മുടെ ഹോളിയിൽ വന്നപ്പോൾ കുറേ സ്വീറ്റൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് ഈ ഒരാഴ്ചയും കൂടെ നോക്കിയിട്ട്, അതായത് നെക്സ്റ്റ് 2-3 ദിവസത്തിനകം ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? നോർമലായിട്ട് ഡയറ്റ് എടുക്കുക, എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ എത്ര കിലോ വെയിറ്റ് കുറയും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഷോർട്സ് ആയിട്ട് അന്നന്നത്തെ എക്സസൈസിന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ എയറോബിക്സ് ഫോർ 30 മിനിറ്റ്സ്, അല്ലെങ്കിൽ യോഗ ഫോർ 30 മിനിറ്റ്സ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഫോർ 30 മിനിറ്റ്സ് അങ്ങനെയാണ് ഇടുന്നത്. അപ്പം എൻ്റെ അടുത്ത് 2-3 കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ ഇട്ടാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന്. അപ്പം ഞാൻ 30 മിനിറ്റ്സ് എയറോബിക്സ് എന്ന് ഇടുന്നത് മുഴുവൻ എയറോബിക്സ് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും എയറോബിക്സിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് 30 മിനിറ്റ്സ് എയറോബിക്സ് ചെയ്യാം, യോഗയും 30 മിനിറ്റ്സ് ചെയ്യാം. അതായത് എൻ്റെ ചിലപ്പം HIIT ആയിരിക്കും, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അതെല്ലാം ഇപ്പോൾ ബിഗിനേഴ്സിനൊന്നും അത് സൂട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ഞാൻ ഫുൾ കാണിക്കാത്തത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ 30 മിനിറ്റ്സ് അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു എയറോബിക്സ് ചെയ്യുക, അത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് ഏതെങ്കിലും ഒരു യോഗ ചെയ്യുക. പിന്നെ അല്ലാത്തത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡമ്പൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു 30 മിനിറ്റ്സ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന അതേ എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളുകളായിട്ട് എക്സസൈസ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ അങ്ങനെ ആ എക്സസൈസ് ചെയ്യുന്നത് ചിലപ്പം ബോഡിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യനുള്ള മറുപടി. പിന്നെ വേറെ 2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഏത് പ്രായത്തിലാണ് ചേച്ചി ഈ വർക്കൗട്ടെല്ലാം ചെയ്യുന്നത് എന്ന്. അതായത് ഏത് പ്രായത്തിലാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അതിനു മുമ്പിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ 2010 ഓൺവേർഡ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം ഞാൻ തുടങ്ങിയത് എറോബിക്സിൽ നിന്നായിരുന്നു. പിന്നെ അങ്ങനെ കൂട്ടും. അപ്പോൾ ഇത് ഫോർ ദ ലാസ്റ്റ് 15 ഇയേഴ്സ് ഞാൻ വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബോഡിയിൽ അത് അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് വരത്തില്ല. ഞാൻ HIIT ചെയ്തത് ഇമ്പാക്റ്റ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പമായിട്ട് വരത്തില്ല. നമുക്കിങ്ങനെ യൂസ് ടു ആയല്ലോ എൻ്റെ ബോഡി. കയ്യിൽ പിടിച്ചിട്ട് കൈ വേദന എടുക്കുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ജിമ്മിൽ ഒരാൾ, അതായത് എൻ്റെ ഒരു കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ആളിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്നാണ്, അതായത് കഴിഞ്ഞ 1 വർഷമായിട്ടേ ഉള്ളൂ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ആദ്യം ചുമ പോലെ വന്നു, പിന്നെ ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നത് പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ആൾക്കാരാണെങ്കിൽ എത്ര പ്രായത്തിലും നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പം ഒരു 50യുടെ ഏജിൽ അല്ലെങ്കിൽ ഒരു 45ൻ്റെ ഏജിൽ പെട്ടെന്ന് അങ്ങോട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുമ്പം അത് പ്രോബ്ലം ഉണ്ടാക്കും. അതായത് നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള സ്പീഡ് കിട്ടുന്നില്ല. അങ്ങനെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇപ്പം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയൊന്നും വരാതെ നിങ്ങൾ നോക്കുക. പിന്നെ എൻ്റെ ഏജ് ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോകെ എൻ്റെ ഏജ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 15 വർഷമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എയറോബിക്സ് ആണ്, യോഗയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നില്ല, 30 മിനിറ്റ്സ് ഞാൻ എയറോബിക്സ് ചെയ്യും, 30 മിനിറ്റ്സ് യോഗ ചെയ്യും. അതിൻ്റെ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം നമ്മൾ ചെയ്യുന്നത് നോർമൽ ഡയറ്റ് എടുത്തുകൊണ്ടുള്ള വർക്കൗട്ടല്ലേ. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്ത്, അത് ഷുഗറൊക്കെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടൊരു ഡയറ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് ചലഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ്. ഇന്ന് നമുക്കത് ചെയ്യണം, ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചലഞ്ച് ചെയ്യുന്നത്. അതിൽ നമുക്ക് അത്രയും വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷേങ്കിൽ നല്ലതായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഇന്നും എനിക്ക് ചെയ്യണം, നാളെ എനിക്ക് ചെയ്യണം, അതുകൊണ്ട് എന്ത് മാറ്റം എൻ്റെ ബോഡിയിൽ വന്നെന്ന് അറിയണം. അപ്പം നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും ഞാനത് എൻ്റെ വീഡിയോസിനകത്ത് പറയുന്നതാണ്, നമ്മൾ ക്രാഷ് ആയിട്ട് ഒരു ഡയറ്റും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10 വർഷം, നമ്മൾ ഇന്ന് മുതൽ ഒരു 10 വർഷം നമ്മുടെ
ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്ന ഡയറ്റും മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഒരു മാസം GM ഡയറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു മാസം കീറ്റോ ഡയറ്റ് എടുത്തു, അത് കഴിഞ്ഞിട്ട് വിട്ടു, പിന്നെ നോർമൽ, അപ്പം നമുക്ക് പെട്ടെന്ന് പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്യും. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാതിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്കിനിയും ജിമ്മിൽ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ബാക്കി വീഡിയോസ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പോവാണ് കേട്ടോ. ഇപ്പം 6:30 ആയി. അപ്പം ഞാൻ 6:45 ആകുമ്പോൾ ഞാൻ ഇറങ്ങും. അപ്പം നമുക്ക് ജിമ്മിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി എയറോബിക് സെഷൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞത് കാരണം ഞാൻ ഇന്നത്തെ എയറോബിക്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, അത് വാർമിംഗ് അപ്പ് മുതൽ ഒരു 15 മിനിറ്റ് നേരത്തെ വർക്കൗട്ട് അതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും കട്ട് ചെയ്തിട്ടും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് 2-3 പേര് പറഞ്ഞത് കാരണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ കൂടെ ചെയ്ത് നോക്കുക. ആദ്യത്തെ 15 മിനിറ്റ്സ് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള വർക്കൗട്ട് അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടാം. എങ്ങനെയാണെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഒരു എയറോബിക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള വാർമിംഗ് അപ്പ് മുതലുള്ള എല്ലാ എക്സസൈസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 15 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ബോഡി അതിന് യൂസ്ഡ് ആയി. ഞാനിപ്പം HIIT ചെയ്താലും എനിക്ക് അത്രയ്ക്ക് എഫക്റ്റ് വരത്തില്ല, എന്തെങ്കിലും വേദനയോ ഒന്നും വരാറില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു HIIT ഒരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരാളങ്ങനെ വന്നിട്ട് അപ്പോൾ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞ കാര്യമൊക്കെ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് നമ്മൾ സിവിയർ ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളൊരു 45+ ആൾക്കാരാണെങ്കിൽ നോർമലായിട്ടുള്ള നടക്കുക, കുറച്ച് ട്രെഡ്മില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നോർമലായിട്ട് നടക്കുക, പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്, കുറച്ച് യോഗ, ഇതൊക്കെ ആയിരിക്കും കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഈ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതും എയറോബിക്സ് പതുക്കെ മാത്രം, ജമ്പിങ് എക്സസൈസ് ഒന്നും ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയാം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, എല്ലാ വർഷവും ചിലപ്പോൾ 2 മാസം, അതായത് ഡിസംബറിലും ജൂണിലും ഞാൻ നാട്ടിൽ പോകാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം നിൽക്കും, ചിലപ്പോൾ 15 ദിവസം നിൽക്കും. അപ്പോൾ ഈ ജൂണിൽ നാട്ടിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു 3 to 4 kg അല്ലെങ്കിൽ 5 kg വരെ കൂടിയിട്ടായിരുന്നു കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഒരു 30s ഞാനിങ്ങനെ കൂടിയിട്ട് വരുമ്പോഴത്തേനും ഇവിടെ വന്നു കഴിഞ്ഞ ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പം ആ കൂടിയ 5 കിലോ അതേപോലെ കുറയുമായിരുന്നു കേട്ടോ. ഇപ്പം ആ സ്ഥിതിയൊക്കെ പോയിട്ട് ഇപ്പം ഞാനൊരു 3 കിലോ കൂടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും 4-5 മാസം എടുത്താൽ മാത്രമാണ് പഴയതിലോട്ട് ആ 3 കിലോ കുറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രായമാവും തോറും നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണം, നമ്മുടെ മെറ്റബോളിസം ഫാസ്റ്റ് ആക്കാനാണ് എക്സസൈസ് ചെയ്യുന്നത്. എന്നാലും എത്ര എക്സസൈസ് ചെയ്താലും ആ വെയിറ്റ് ലോസ് എത്ര സ്ലോ ആണെന്ന് ഞാൻ എൻ്റെ ബോഡിയിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ വർഷങ്ങളിലുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഞാൻ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നതാണ്, എന്നിട്ട് പോലും ഒരു 2 കിലോ കുറയ്ക്കാൻ എനിക്ക് 5 മുതൽ 6 മാസം വരെ എടുക്കും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ എൻ്റെ ഏജ് 50 years ഓൾഡാണ്. എനിക്ക് 50 വയസ്സുണ്ട്. 50 വയസ്സിലാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം 50 വയസ്സിലുള്ള ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യണോ എന്നുള്ള ഒരു മൂഡുണ്ടെങ്കിൽ എൻ്റെ എക്സസൈസ് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പം എല്ലാവരും എക്സസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. മൂവ് യുവർ ബോഡി, മീൻസ് ബി ആക്റ്റീവ്, അതാണ് പറയാനുള്ളത്. നമ്മൾ പറയത്തില്ലേ നമ്മുടെ ബോഡി മൂവ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുന്നത്. അത് നമ്മുടെ മനസ്സിനും സന്തോഷം കൊടുക്കും. അപ്പം നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അതായത് ഫോളോ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെയും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡെയിലി ഇങ്ങനെ എക്സസൈസിൻ്റെ വീഡിയോസ് ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. അപ്പോൾ എക്സസൈസ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എക്സസൈസ് നോക്കാം.